അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ ആ ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐഡിയാസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ഫസ്റ്റ് ലൈൻ നമ്മുടെ എ ക്യൂബ് ആയിരിക്കും. ഹായ്, വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് റിജിൻ, നിങ്ങളുടെ ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് എഡ്യൂക്കേറ്റർ. അപ്പോൾ നമ്മൾ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വേദിക് മാത്സിന്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു മാത്സിന്റെ ഏരിയ. ആ മാത്സിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മുടെ കാൽക്കുലേഷന്റെ ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണ് ഈ കാൽക്കുലേഷൻ ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിലാണ് ആ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എക്സാംസിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദി നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേദിക് മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും ആദ്യമേ വരുന്ന രണ്ട് കാര്യങ്ങളാണ് സ്ക്വയറും ക്യൂബ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും ബാക്കിയുള്ള എല്ലാ അഡീഷൻ ആയാലും ബാക്കിയുള്ള ട്രിക്സ് ഒക്കെ തന്നെ നമുക്ക് അവിടെ വരുന്നുള്ളൂ. സോ ഈ ഒരു രണ്ട് സെഷനിലായിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ കൂടിയായിട്ട് നമ്മൾ ഈ ഒരു സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യൂബും ക്യൂബ് റൂട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം വരുന്ന ഫ്യൂച്ചർ സെഷൻസിൽ നമ്മൾ വേരിയസ് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് എങ്ങനെ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യൂബ് ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഇതിന് മുമ്പുള്ള സെഷൻ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ലൈക്ക് സ്ക്വയർ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ സെഷൻ കാണുക. ബിക്കോസ് നമ്മൾ ഒന്ന് പഠിക്കുന്നതിന്റെ കാര്യങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് കണ്ടിന്യൂഷൻ പോലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നത്. സോ ആ ഒരു സീരീസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇനി നേരത്തെ ഉള്ളത് അറ്റൻഡ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന സെഷൻസും ഉറപ്പായിട്ടും മിസ്സാവാതെ തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ ക്യൂബ് ഓഫ് നമ്പേഴ്സ് എങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് അഗെയിൻ ആദ്യമേ തന്നെ നമ്മുടെ എക്സാമിലെ ഇമ്പോർട്ടൻസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഓരോ സമയത്തും ഓരോ റേഞ്ച് ഓഫ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്വയറിൽ അത് എവിടെ വരെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന എക്സാം വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു എവിടെ വരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇനി നമ്മുടെ ക്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്യൂബ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും നമുക്കിപ്പം അത് ഇപ്പോഴത്തെ ഏറ്റവും കറണ്ട് എക്സാം വെച്ച് നമ്മൾ ഏറ്റവും റീസെന്റ് നടന്ന എക്സാം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കറണ്ട് ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 25 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബാണ് ഏറ്റവും കൂടുതൽ എക്സാമിൽ നമുക്ക് ആവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് 25 വരെ. പക്ഷേ 25 കഴിഞ്ഞാൽ നമുക്ക് 30 40 ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു കണ്ടിന്യൂസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് 25യുടെ ക്യൂബ് വരെയാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ 30 വരെയുള്ള ക്യൂബ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഇത് കീപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനും അതൊന്ന് മെമ്മറൈസ് ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്കത് വിത്ത് ടൈം ഇൻ എ ലോങ് റൺ നിങ്ങൾക്കത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തെടുക്കേണ്ട ഒരു ഫീല് വരത്തില്ല. നിങ്ങൾക്കത് യൂഷ്വലി ഓർത്തെടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഇനി വരാതിരിക്കുന്ന എക്സാംസ് ലൈക്ക് അടുത്തൊരു 1 ഇയറിൽ ഉറപ്പായിട്ടും വരാതിരിക്കുന്ന എക്സാംസിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള സ്ക്വയർ ആൻഡ് ക്യൂബിന്റെ റേഞ്ച് ഞാൻ നേരത്തെ 25 വരെയാണെങ്കിലും ഞാൻ അവിടെ 30 വരെ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇനി വരുന്ന സമയത്ത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ആവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു 30 വരെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇഷ്യൂസ് ഉണ്ടാവത്തേയില്ല. സോ ആ ഒരു 30 വരെയുള്ള നമ്പേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നല്ലപോലെ പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാൻ കുറച്ച് സ്ക്വയർസ് ഒക്കെ വേണം, അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ക്യൂബോ ക്യൂബ് റൂട്ടിന്റെയോ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അറിയണം, കുറച്ച് ക്യൂബ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 10 വരെയുള്ള ക്യൂബ് നല്ലപോലെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യൂബോ ക്യൂബ് റൂട്ടിന്റെയോ ഷോർട്ട് കട്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10 വരെയുള്ള ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1ന്റെ ക്യൂബ് 1 ആണ്, അതുപോലെ നമ്മുടെ 2യുടെ ക്യൂബ് 8 ആണ്, 3യുടെ ക്യൂബ് 27 ആണ്, 4യുടെ ക്യൂബ് 64 ആണ്, 5യുടെ ക്യൂബ് 125 ആണ്, 6ന്റെ ക്യൂബ് 216 ആണ്, 7ന്റെ ക്യൂബ് 343 ആണ്, 8ന്റെ ക്യൂബ് 512 ആണ്, അതുപോലെ 9ന്റെ ക്യൂബ് 729ഉം 10ന്റെ ക്യൂബ് 1000ഉം ആണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 10 നമ്പേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ക്യൂബോ ക്യൂബ് റൂട്ടോ കണ്ടുപിടിക്കണമെങ്കിലും ലൈക്ക് അതിന്റെ ഷോർട്ട് കട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെയ്തായിക്കോട്ടെ നമുക്ക് ഈ ഒരു ഈ വലിയ നമ്പേഴ്സിന്റെ ക്യൂബോ ക്യൂബ് റൂട്ടോ കണ്ടുപിടിക്കണമെങ്കിലും എന്ത് വേണം, നമുക്ക് അത്യാവശ്യം 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്കിപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്നത് ഒരു 15 വരെയൊക്കെ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് 25 വരെ കൊണ്ടുപോവുക. 25 വരെ നല്ലപോലെ ഒന്ന് സ്ട്രോങ് ആക്കിയതിന് ശേഷം അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ 30 വരെ കൊണ്ടുപോവുക. ഓക്കെ. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ക്യൂബ് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 30 വരെയുള്ള ക്യൂബ് നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ് റൂട്ടിന്റെ ഷോർട്ട് കട്ട് ആവശ്യം പോലും വരത്തില്ല. ഇനി ഇൻ കേസ് നമുക്ക് ഈ ഒരു റേഞ്ച് വിട്ടൊരു നമ്പർ പെട്ടെന്ന് കയറി വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം, ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ സ്ക്വയർ നോക്കിയ പോലെ തന്നെ നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു നമ്പർ എടുക്കാം. നമ്മൾ നേരത്തെ സ്ക്വയറിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തത് ഏറ്റവും നല്ലപോലെ അറിയാവുന്ന ഒരു സ്ക്വയറിന്റെ നമ്പർ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ സ്ക്വയറിന്റെ കേസിൽ നമ്മൾ 12 എടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, അതേപോലെ നമുക്ക് ഇവിടെ ക്യൂബിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, 12 എടുത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 12ന്റെ ക്യൂബ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 12ന്റെ ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, 1728 ആണ് 12ന്റെ ക്യൂബ്. വളരെയധികം നമുക്ക് ആവശ്യം വരുന്ന നമ്പർ കൂടിയാണ് 1728 12ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്വയറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ 12ന്റെ ക്യൂബ് എന്ന് പറയുമ്പോഴും നമ്മൾ ആ നമ്പറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെയാണോ സ്ക്വയറിൽ ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓൾറെഡി ആ ഒരു സെഷൻ കണ്ടവർക്ക് നല്ലപോലെ അറിയായിരിക്കും. അവസാനത്തെ ഡിജിറ്റിനെ നമ്മൾ എന്തായിട്ട് എടുക്കും, ബി ആയിട്ട് എടുക്കും. ആൻഡ് അതിന് മുമ്പിൽ എത്ര നമ്പർ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ എ ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ ആൻഡ് ബി നമ്മൾ രണ്ടായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തൊന്ന് എടുക്കും. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കും, ശരിക്കും നമ്മൾ അവിടെ അഗെയിൻ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്, നമ്മൾ ഈ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് കട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. നമ്മൾ സ്ക്വയറിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇൻ കേസ് പെട്ടെന്ന് നിങ്ങൾ മറന്നു പോവുക, സ്റ്റെപ്സ് മറന്നു പോവുകയാണെങ്കിൽ ആ സ്റ്റെപ്സ് ശരിക്കും എവിടെ നിന്നാണ് ഈ ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഈ ഒരു ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൽ നിന്നാണ്. നമ്മൾ സ്ക്വയറിന്റെ കേസിൽ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കേസിൽ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഫോർമുല നമുക്കൊന്ന് മനസ്സിലാക്കാം. എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ബി ക്യൂബ് ആണ് നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഫോർമുല. അല്ലെങ്കിൽ നമുക്ക് ആ നടുക്കുള്ള ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ് നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുലാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരേ ഫോർമുല തന്നെയാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 4 ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതോ നമ്പറിന്റെയും ക്യൂബ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യമേ നമ്മളൊരു 4 ലൈൻ വരച്ചിടണം. ഇതേപോലെ നമ്മളൊരു 4 ലൈൻ വരച്ചിടുക. ഓക്കെ. അപ്പൊ എന്താ 4 ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് എ ക്യൂബ്, ഈ 3a സ്ക്വയർ ബി 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്, അതാണ് നമ്മുടെ ഈ 4 ലൈൻ എന്ന് പറയുന്നത്. 4 ടേംസ് ആണ്, ഈ കാണുന്ന 4 ടേംസ് ആണ് നമ്മളുടെ ആ 4 ലൈൻ എന്ന് പറയുന്നത്. ഇനി അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ആ ഫോർമുല ഒന്നും ഉപയോഗിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഐഡിയാസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ഫസ്റ്റ് ലൈൻ നമ്മുടെ എ ക്യൂബ് ആയിരിക്കും, നമ്മുടെ ഈ സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബി ക്യൂബ് ആയിരിക്കും. ഓക്കെ. ഇനി ബാക്കിയുള്ള ഈ 2 ലൈൻ, ഓക്കെ, ഈ 2 ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ 3a സ്ക്വയർ ബിയും 3ab സ്ക്വയറും ആയിരിക്കും. പക്ഷെ നിങ്ങൾ അത് എടുക്കുമ്പോൾ 3a സ്ക്വയർ ബി 3ab സ്ക്വയർ എന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ തൊട്ട് മേളിൽ എഴുതിയേക്കുന്ന ഈ ഒരു ഫോർമുല ട്രൈ ചെയ്യുക. ബിക്കോസ് അവിടെ നമുക്ക് അത് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 3ab കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ബ്രാക്കറ്റിൽ നോക്കിക്കേ, 3ab കഴിഞ്ഞിട്ട് പിന്നെ a പ്ലസ് ബി കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 3ab കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ബിയും ചെയ്യുക, അതുപോലെ ഇൻറ്റു എയും ചെയ്യുക. അതാണ് രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇൻറ്റു എയും ഇൻറ്റു ബിയും, അപ്പൊ ഇൻറ്റു എയും ഇൻറ്റു ബിയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 3a സ്ക്വയർ ബിയും 3ab സ്ക്വയറും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എടുക്കാൻ വേണ്ടി. നമ്മൾ അതിനെ 3a സ്ക്വയർ ബി എന്നെടുക്കുമ്പോൾ 3ab സ്ക്വയർ എന്നൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആവും. പക്ഷെ അതിന് പകരം 3ab കണ്ടുപിടിക്കുക. നമ്മൾ മറ്റേ സ്ക്വയറിന്റെ കേസിൽ 2ab കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെ 3ab കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ഇൻറ്റു എയും ഇൻറ്റു ബിയും ചെയ്തിട്ട് അങ്ങ് എഴുതുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിക്കുന്ന നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഇപ്പം ചെയ്ത പോലെ തന്നെ നമ്മൾ എ ആൻഡ് ബി, നമ്മുടെ ആദ്യമേ എയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ക്യൂബ് നമുക്ക് എന്തെന്ന് വരും, നമുക്ക് ഈ പറയുന്ന 1 എന്നായിരിക്കും നമുക്ക് ഒന്നിന്റെ ക്യൂബ് വരുന്നത്. സോ നമ്മൾ ആ 1 എന്ന് മാത്രം എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ല നമ്മുടെ 2യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ലാസ്റ്റ് ലൈനിൽ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുക. നമ്മുടെ 8 ആണ് 2യുടെ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ എ ക്യൂബും ബി ക്യൂബും ആയി. ഇനി നമ്മൾ പറഞ്ഞ പോലെ 3ab എടുക്കണം. 3ab, അപ്പൊ 3ab എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയറിന്റെ കേസിൽ പറഞ്ഞ പോലെ എ ഇൻറ്റു ബി, നിങ്ങൾക്കറിയാം ഇതാണ് എ ഇൻറ്റു ബി. അപ്പൊ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 എന്ന് വരും.
ആ 1 into 2 എടുത്തതിന് ശേഷം ഉടനെ പിന്നെ 3AB ആണ്. അങ്ങനെയാണെങ്കിൽ ആ AB കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആ 3 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു പുതിയ 3 എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം മതി. ഇതാ ഇവിടെ കിടക്കുന്ന ക്യൂബിലും 3 തന്നെയല്ലേ വരുന്നത്. നമ്മൾ നേരത്തെ സ്ക്വയറിലും ഇത് തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ 1 into 2 2 into ആ ക്യൂബ് എന്നുള്ള ആംഗിളിൽ 2 into 3 6 എന്ന് പറഞ്ഞങ്ങ് എടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ 3AB എന്ന് പറയുമ്പോൾ നമ്മുടെ ആ 3 into ആ 1 into 2 ആണ് നമുക്ക് എടുക്കാനുള്ളത്. അത് നമുക്കറിയാം 6 എന്ന് വരും. എന്നിട്ട് അത് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ A into B ആദ്യം അങ്ങ് ചെയ്യുക 1 into 2. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്യൂബ് എന്നുള്ളതും 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 1 into 2 2 into ആ ക്യൂബ് 3 എന്നുള്ളത് അങ്ങ് എടുത്താൽ മതി. അപ്പൊ 2 into 3 6 എന്ന് പറഞ്ഞങ്ങ് എടുത്താൽ മതി. ആ 6 എടുത്തതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ആ 6 എടുത്തതിന് ശേഷം നമ്മളിപ്പം പറഞ്ഞ പോലെ നമുക്ക് ആ 6 എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 6നെ ഇതിന്റെ താഴേക്കോ മുകളിലേക്കോ വല്ലതും ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം നമുക്കിപ്പോ ഈ കിട്ടിയ 6 എന്ന് പറയുന്നത് 3AB ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് വെറും 3AB പോരാ, 3AB into എയും വേണം, 3AB into ബിയും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 6 into 1 ചെയ്യുക, ആ 6നെ ഇവിടേക്ക് എഴുതുക. ആൻഡ് ആ 6 into 2 ചെയ്യുക, 12നെ ഇവിടേക്ക് എഴുതുക. അപ്പൊ നമ്മുടെ 3AB 6 ആണ്, 3AB into 1ഉം 3AB into 2 അതാണ് നമ്മുടെ 3A² ബിയും 3AB². ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. ആൻസർ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ നമ്പറിലും വരുന്ന അവസാനത്തെ ഡിജിറ്റ് എടുക്കുക. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനെ അടുത്ത നമ്പറിലേക്ക് ക്യാരി ചെയ്യുക. ഇപ്പൊ ഇവിടെ 8 ഉണ്ട്, നമ്മൾ ആ 8 എടുത്തു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ 2 ഉണ്ട്, നമ്മൾ ആ 2 എടുത്തു. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഒരു 1 കൂടി ഉണ്ട്. ആണെങ്കിൽ നിങ്ങൾ ആ 1നെ എടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ അങ്ങ് ആഡ് ചെയ്യുക. ഈ 1നെ എടുക്കുക, അത് അടുത്ത നമ്പറിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ 1 ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര വരും, 7 വരും. അപ്പൊ ആ 7 ഇങ്ങ് എടുക്കുക. ആ 7 ഇങ്ങ് എടുത്തു. ഇനി വേറെ നമ്പർ ഒന്നും ഇല്ല ക്യാരി ചെയ്യാൻ. പിന്നെ ഇവിടെ നമുക്ക് ഈ 1 ഉള്ളൂ, ആ 1 ഇങ്ങ് എടുക്കുക. നമ്മുടെ ആൻസർ എന്തെന്ന് വരും, 1728. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ 12ന്റെ ക്യൂബ് 1728 എന്നുള്ള നമ്മുടെ ക്യൂബ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ അതിന്റെ മൊത്തം വളരെ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും 2-3 നമ്പേഴ്സ് ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. പിന്നെ എഴുതുന്നത് നമുക്ക് എന്ത് ചെയ്യണം, നല്ലപോലെ കുറയ്ക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു നമ്പർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ അടുത്തത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് നമ്പർ എടുക്കാം, 16. 16ന്റെ ക്യൂബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 16ന്റെ ക്യൂബ് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി വളരെ പെട്ടെന്ന് ഒന്ന് എഴുതാം, ഒരുപാട് സ്റ്റെപ്സ് എഴുതാതെ. അപ്പൊ ആദ്യമേ നമ്മുടെ എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ 1ഉം ബി എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്, 6ഉം ആണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, 4 ലൈൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വരച്ചിടുക. എന്നിട്ട് ആദ്യമേ ഫസ്റ്റ് ലൈനിൽ നമ്മുടെ 1ന്റെ ക്യൂബ് 1 എഴുതുക, ആ 6ന്റെ ക്യൂബ് 216 എഴുതുക. എ ക്യൂബും ബി ക്യൂബും ആയി. ഇനി 3AB, അങ്ങനെയാണെങ്കിൽ 1 into 6 6, 6 into 3 18. ആ 18 ഇതിന്റെ അടിയിലേക്ക് വല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക. ഇതാണ് നമ്മുടെ 3AB. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 18 into 1 18 into 1 18 അത് നമ്മുടെ ഫസ്റ്റ് ലൈനിലേക്ക് എഴുതുക. അടുത്ത 18 into 6 18 into 6 108 നമ്മുടെ സെക്കൻഡ് ലൈനിലേക്ക് എഴുതുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ അങ്ങ് യൂസ് ചെയ്താൽ മതി. നമുക്ക് അതിന്റെ യൂണിറ്റ് ലിസ്റ്റ് എടുക്കുക, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത നമ്പറിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടുന്ന് എന്തെടുക്കുന്നു, 6 എടുക്കുന്നു. 6 ഇങ്ങനെ എടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ 21 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 21 എന്ത് ചെയ്യുക, അടുത്ത നമ്പറിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. 21 അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ 9 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. നമ്മൾ ആ 9 മാത്രം എടുക്കുക. എന്നിട്ട് ഇനിയും ബാക്കിയുള്ള നമ്പേഴ്സിനെ എന്ത് ചെയ്യുക, അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ അടുത്ത നമ്പറിലേക്ക് ആ 12 അങ്ങ് അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 30 എന്ന് വരും. നമ്മൾ ഇവിടെ എന്തെടുക്കുക, 0 എടുക്കുക. ഇനിയും എക്സ്ട്രാ ഉള്ള നമ്പറിനെ, നമ്മുടെ നമ്പർ വലുതാവും തോറും നമുക്ക് ഒരുപാട് എക്സ്ട്രാ നമ്പേഴ്സ് വരും. അതിന് അടുത്തടുത്തുള്ള നമ്പറിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. സോ ഈ 3നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. സോ ഇവിടെ 4 വരും. ആൻഡ് 4 മാത്രമേ അവിടെ ഉള്ളൂ. ആൻഡ് അവിടെ വരുന്ന എല്ലാ നമ്പേഴ്സും എടുത്താൽ മതി. അതുകൊണ്ട് പിന്നെ നമുക്ക് ക്യാരി ചെയ്യാൻ വേറെ നമ്പേഴ്സ് ഇല്ല. ഈ 4096 വളരെ ഇമ്പോർട്ടന്റ് നമ്പർ. നമ്മുടെ 16ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 4096 ആണ്. ഈ 16ന്റെ ക്യൂബ് ഏതിന്റെ സ്ക്വയർ കൂടിയാണ്, നമ്മളുടെ 64യുടെ സ്ക്വയർ കൂടിയാണ് നമ്മുടെ ഈ ഒരു 16ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇപ്പൊ നമ്മുടെ താഴത്തെ നോക്കിയപ്പോൾ നമുക്ക് സ്റ്റെപ്സ് നോക്കിയാൽ കാണാൻ പറ്റും, സ്റ്റെപ്സ് നല്ലപോലെ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ വരയ്ക്കുന്ന ലൈനും എന്തൊക്കെയാണ് എന്നുള്ളതടക്കം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം എഴുതിയാണ് നമ്മൾ പോയത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനെ കുറച്ചുകൂടി കുറച്ചപ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റെപ്സ് വീണ്ടും നല്ലപോലെ കുറഞ്ഞു. പിന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ചുകൂടി വലിയ നമ്പേഴ്സിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ചുകൂടി വലിയ നമ്പേഴ്സിലേക്ക് ഒന്ന് പോകാം. അപ്പൊ അടുത്ത് നമുക്കൊരു 19ന്റെ ക്യൂബ് എടുക്കാം. 19ന്റെ ക്യൂബ്. അപ്പൊ ഇനി നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അന്നേരം നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളോടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ എവിടെ മിസ്റ്റേക്ക് വരുന്നത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണം. സോ അതിന് വേണ്ടി ശരി, അപ്പൊ നമുക്ക് 19ന്റെ ക്യൂബ് എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 ലൈൻ എടുക്കാം. 1 2 3 4.
നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു 1ന്റെ ക്യൂബ് 1 അങ്ങ് എഴുതുക. ആ 9ന്റെ ക്യൂബ് നമ്മൾ 729 എഴുതുക. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അറിയാതെ ക്യൂബ് എഴുതേണ്ടതിന് പകരം സ്ക്വയർ എഴുതാറുണ്ട്. അപ്പൊ അതാണ് പലരുടെയും മൈൻഡിൽ പെട്ടെന്ന് ആദ്യം സ്ക്വയറാ വരുന്നത്. അപ്പൊ അത് ചിലവർക്ക് ഒരു വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മുടെ എ സ്ക്വയറും എ ക്യൂബും ബി ക്യൂബും ആയി. ഇനി ഉടനെ എന്ത് ചെയ്യുക? നമ്മുടെ 3ab എടുക്കുക. അപ്പൊ 1 × 9 9, ആ 9 × 3 27. ആ 27 ഇതിന്റെ അടിയിലേക്ക് വല്ലതും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ 27 × 1ഉം ആ 27 × 9 നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ 3ab എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു 3ab × എയും 3ab × ബിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 27 × 1 നമുക്ക് 27 എന്ന് വരും. അതിനുശേഷം നമുക്ക് അടുത്ത 27 ഇൻറ്റു നമ്മുടെ 9. 27 × 9 എന്ന് പറയുമ്പോൾ നമ്മുടെ 3 5 ആണ് വരുന്നത്. 3 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അതെന്ന് പറഞ്ഞാൽ 243 ആണ്. അപ്പോൾ നമ്മുടെ 27 × 9. ഓക്കെ, 27 എന്ന് പറഞ്ഞാൽ 3യുടെ ക്യൂബും 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയറും. 3യുടെ ക്യൂബിനെ 3യുടെ സ്ക്വയറോട് മൾട്ടിപ്ലൈ ചെയ്ത് 3⁵ വരും. ആൻഡ് 3⁵ എന്താണ്? 243 ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നേരെ ആൻസർ എടുക്കാം, എപ്പോഴും എടുക്കുന്ന പോലെ. അപ്പൊ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 9 നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 9 ഇങ്ങനെ എടുക്കുന്നു. ഇനി അടുത്ത 72നെ അടുത്ത നമ്പറിലേക്ക് നമ്മൾ അങ്ങ് ആഡ് ചെയ്യുന്നു. 72നെ നമ്മൾ അടുത്ത നമ്പറിലേക്ക് അങ്ങ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? ഇവിടെ 3 + 2 നമുക്ക് ഇവിടെ 5 എന്ന് വരും. 7 + 4 നമുക്ക് ഇവിടെ 11 ആൻഡ് ക്യാരി ഓവർ ഇവിടെ പോയിട്ട് നമുക്ക് ഇത് 315 എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 5 മാത്രം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. എല്ലാത്തിന്റെയും യൂണിറ്റ് ലിസ്റ്റ് മാത്രം നമ്മൾ എടുക്കുക. ബാക്കിയുള്ള നമ്പേഴ്സിനെ അടുത്ത നമ്പറിലേക്ക് കൊണ്ടുപോകാം. ഇനി 31 നമ്മൾ അടുത്ത നമ്പറിലേക്ക് കൊണ്ടുപോകാം. സോ അങ്ങനെ നമുക്ക് ഇവിടെ 8 എന്നും വരും, നമുക്ക് ഇവിടെ 5 എന്നും വരും. നമ്മൾ എന്ത് എടുക്കുന്നു? ആ 8 മാത്രം നമ്മൾ എടുക്കുന്നു. സോ 8 നമ്മൾ എടുത്തു ആൻഡ് ഫൈനലി ആ 5നെ നമ്മൾ അടുത്ത നമ്പറിലേക്ക് കൊണ്ടുപോകുന്നു. ആ 5ഉം 1 കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 6 വരുന്നു. ആ 6 മൊത്തം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. സോ 6 അങ്ങനെയാണെങ്കിൽ നമുക്ക് 19ന്റെ ക്യൂബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 19ന്റെ ക്യൂബ് എന്താണ്? 6859. 6859 ആണ് നമ്മുടെ ഈ പറയുന്ന 19ന്റെ ക്യൂബ്. ഓക്കെ അല്ലേ? അടുത്ത നമ്പർ ട്രൈ ചെയ്യാം. കുറച്ചുകൂടെ വലിയ നമ്പർ നമുക്ക് 26 എടുക്കാം. 26ന്റെ ക്യൂബ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 26ന്റെ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ലൈൻ വരച്ചിടാം. നമുക്ക് ആദ്യമേ 2യുടെ ക്യൂബ് 8, അതുപോലെ തന്നെ നമ്മുടെ 6ന്റെ ക്യൂബ് 216 അത് നമുക്ക് എഴുതാം. അതിനുശേഷം അഗെയിൻ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ 2 × 6 12, 12 × 3 36. ഇനി ആ 36 × 2 ചെയ്താൽ നമുക്ക് 72 എന്ന് വരും. ആൻഡ് 36 × 6 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 6ന്റെ ക്യൂബ് 216 തന്നെ വരും. ഇനി നമുക്ക് ആസ് യൂഷ്വൽ ചെയ്യുന്ന കണക്ക് നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. അപ്പൊ ആൻസർ എടുക്കാൻ വേണ്ടി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന കണക്ക് ആദ്യം നമ്മൾ ആ 6 എടുക്കുന്നു. 6 എടുത്തു. അടുത്ത 21 അടുത്ത നമ്പറിലേക്ക് നമ്മൾ അങ്ങ് ആഡ് ചെയ്യുന്നു. 21 അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 + 1 7ഉം 2 + 1 3ഉം നമുക്ക് ആ 2 വരും. നമ്മൾ ഏത് എടുക്കുന്നു? ആ 7 ഇനി എടുക്കുന്നു. അപ്പൊ 7 നമ്മൾ ഇനി എടുത്തതിന് ശേഷം ബാക്കിയുള്ള 23നെ അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്തു. 23 അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് 3 + 2 5ഉം 7 + 2 9 വരും. നമ്മൾ ആ 5 മാത്രം ഇനി എടുക്കുന്നു. അപ്പൊ 5 ഇനി എടുത്തു. അടുത്ത നമുക്ക് ഇനി ആ 9 അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആ 9 8ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 17 എന്ന് വരും. ഇനി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേറെ നമ്പർ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 17 മൊത്തം ഇങ്ങ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 17 ഇങ്ങ് എടുക്കുന്നു. അപ്പൊ ആൻസർ നോക്കിയേ, ഇപ്പൊ 5 ഡിജിറ്റ് നമ്പർ നമുക്ക് ആൻസർ വന്നു. അപ്പൊ 17,576 ആണ് നമ്മുടെ ആൻസർ. 17576 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പൊ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ പ്രോസസ്സ് പോകുന്നത്, എങ്ങനെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എഴുതുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് എഴുതി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ഫ്യൂ സെക്കൻഡ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമുക്ക് ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ക്യൂബ് അത്യാവശ്യം കുറച്ച് ക്യൂബ് നമ്മൾ അറിഞ്ഞിരിക്കണം. 10 വരെയുള്ള ക്യൂബ് മതി, പക്ഷെ ആ 10 വരെയുള്ള ക്യൂബ് നല്ലപോലെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളൊന്ന് ചെയ്ത് സ്പീഡ് കൂട്ടി എടുത്താൽ മാത്രം മതി നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്കൊരു വലിയൊരു നമ്പർ കൂടി ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്യൂബ് റൂട്ടിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്കിത് ഒരുപാട് 100 റേഞ്ചിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു 25 വരെയുള്ള ക്യൂബാണ് എക്സാമിൽ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് കുറച്ചുകൂടി ഒരു വലിയ നമ്പർ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ നമ്പർ നമുക്ക് എന്ത് എടുക്കാം? 56 എടുക്കാം. അപ്പോൾ 56ന്റെ ക്യൂബ് എപ്പോഴേക്കോ നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 56ന്റെ ക്യൂബ് നമുക്കൊന്ന് എടുക്കാം. വളരെ റയർ ആയിട്ട് നമുക്ക് ഇതിന്റെ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്, നമ്മൾ ഈ പറഞ്ഞ 25ന്റെ പുറത്ത്. അപ്പോൾ അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി നമുക്ക്. പിന്നെ നമുക്കിനി 56ന്റെ ക്യൂബ് ഒന്ന് എടുക്കാം. അത് 56 കാണാൻ വലുതാണെങ്കിലും ആക്ച്വലി ആ നമ്പറിന്റെ ക്യൂബ് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു നമ്പറാണ്. നമുക്കൊന്ന് എടുക്കാം. ഇപ്പൊ 56 എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന കണക്ക് 5ന്റെ ക്യൂബ് 125 നമ്മൾ എടുക്കുന്നു. ആൻഡ് 6ന്റെ ക്യൂബ് നമ്മൾ 216 എന്ന് എടുത്തു. ഇനി 3ab 5 × 6 30, 30 × 3 90. ഓക്കെ, സിമ്പിൾ നമ്പറാണ് വന്നത്. ആണെങ്കിൽ 9 × 5 45ഉം പിന്നെ ആ ഒരു 0യും, അല്ല 9 × 6 54ഉം പിന്നെ ആ ഒരു 0 540. ഇനി നമുക്ക് നേരെ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഒരു വലിയ നമ്പർ ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. ഒരു 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. നമുക്ക് ആ 6 ഇനി എടുക്കാം.
നമ്മൾ ആ സിക്സിനെ എടുത്തു. ഇനി നമുക്ക് ആ 21 അടുത്ത നമ്പറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. 21 അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 561 എന്ന് വരും. നമ്മൾ ആ വണ്ണിങ് എടുക്കുന്നു. ആ വണ്ണിങ് എടുത്തു. അടുത്ത നമുക്ക് ആ 56ന്റെ അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 506 എന്ന് വരുന്നുണ്ട്. നമ്മൾ ആ 6 എടുക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള 50നെ നമ്മൾ അടുത്ത നമ്പറിലേക്ക് ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്താൽ നമുക്ക് 175 എന്ന് വരും. നമുക്ക് ഇനി അങ്ങോട്ട് ക്യാരി ചെയ്യാൻ വേറെ നമ്പർ ഒന്നുമില്ല. ആ നമ്പർ മൊത്തം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. 175 മൊത്തം. സോ 175616 ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട് വരുന്ന ഒരു നമ്പറാണ് 175616. അതുകൊണ്ട് തന്നെയാണ് അത് എപ്പോഴേക്കും എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റയർ ആയിട്ടാണെങ്കിൽ പോലും നമുക്കത് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ നമ്പേഴ്സ് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 25 ക്യൂബ് നല്ലപോലെ പഠിച്ചു വെക്കുക. ബാക്കിയുള്ള നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഏതെങ്കിലുമൊക്കെ റാൻഡം നമ്പേഴ്സ് എടുത്ത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ മെത്തഡ് മറന്നു പോകാതിരിക്കാൻ 2 സ്പീഡ് കൂട്ടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ക്യൂബ് നല്ലപോലെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്യൂബ് റൂട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂബ് റൂട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നമ്പറിനെയും ക്യൂബ് എവിടെ അവസാനിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊന്ന് അറിയാം, 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കത് 1 ആണ്, നിങ്ങൾക്കറിയാം. അതുപോലെ നമ്മുടെ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. നമ്മുടെ 3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ അത് 27 ആണ്. നമ്മുടെ 4ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കത് 64 ആണ്. 5യുടെ ക്യൂബ് നമ്മുടെ 125 ആണ്. 6ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 216 ആണ്. അതുപോലെ 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ 343 ആണ്. 8ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 512 ആണ്. ആൻഡ് നമ്മുടെ 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729 ആണ്. ആൻഡ് നമ്മളുടെ 10ന്റെ ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1000 ആണ് നമ്മുടെ 10ന്റെ ക്യൂബ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് ക്യൂബ് ചെയ്യുന്ന സമയത്ത്, ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്തായാലും നമുക്ക് എല്ലാ നമ്പറിന്റെയും ക്യൂബ് എവിടെ അവസാനിക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ 1ന്റെ ക്യൂബ് എവിടെ തന്നെ അവസാനിക്കുന്നത്, 1ൽ തന്നെ അവസാനിക്കുന്നത്. നമ്മുടെ 4ന്റെ ക്യൂബ് എവിടെ തന്നെ അവസാനിക്കുന്നത്, 4ൽ തന്നെ അവസാനിക്കുന്നത്. 5ന്റെ ക്യൂബ് 5ൽ തന്നെ അവസാനിക്കുന്നുണ്ട്. 6ന്റെ ക്യൂബ് 6ൽ തന്നെ അവസാനിക്കുന്നുണ്ട്. നമ്മുടെ 9ന്റെ ക്യൂബ് 9ൽ തന്നെ അവസാനിക്കുന്നുണ്ട്. നമ്മുടെ അവസാനം 10ൽ 0ൽ തീരുന്ന നമ്പർ ക്യൂബ് 0ൽ തന്നെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ 1, 4, 5, 6, 9, 0 ഇതിന്റെ എല്ലാം ക്യൂബ് എവിടെ തന്നെ അവസാനിക്കുന്നത്, അതായത് നമ്പറിൽ തന്നെ അവസാനിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഓർത്ത് വെക്കാൻ വളരെ ഈസിയാ. 1, 4, 5, 6, 9 ആൻഡ് 10 അതാത് നമ്പറിൽ അവസാനിക്കത്തുള്ളൂ. പിന്നെ എവിടെ വ്യത്യാസം വരുന്നത്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ 2യുടെ ക്യൂബ് അവസാനിക്കുന്ന 8ലാണെങ്കിൽ നമ്മുടെ 8ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 2ലാണ് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഒരു ഇന്റർചേഞ്ച് എന്ന ആംഗിളിൽ നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റും. 2ന്റെ ക്യൂബ് അവസാനിക്കുന്ന 8ലാണെങ്കിൽ 8ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 2ലാണ്. അതേപോലെ നമ്മുടെ 3യുടെ ക്യൂബ് അവസാനിക്കുന്ന 7ലാണെങ്കിൽ നമ്മുടെ 7ന്റെ ക്യൂബ് അവസാനിക്കുന്നത് നോക്കിക്കേ 3ൽ അവസാനിക്കുന്നത്. നമ്മുടെ 7ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 3ലാണ്. അതേപോലെ 3യുടെ ക്യൂബ് അവസാനിക്കുന്നത് 7ലാണ്. അതേപോലെ നമ്മുടെ 2യുടെ ക്യൂബ് അവസാനിക്കുന്ന 8ലാണെങ്കിൽ നമ്മുടെ 8ന്റെ ക്യൂബ് അവസാനിക്കുന്ന 8ലാണ്, 2ലാണ്. അപ്പൊ അത് മാത്രമാണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പൊ അഗൈൻ അത് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. അപ്പൊ അത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. 2യുടെ ക്യൂബ് അവസാനിക്കുന്ന 8ലും 8ന്റെ ക്യൂബ് അവസാനിക്കുന്ന 2ലും, നമുക്ക് 3യുടെ ക്യൂബ് അവസാനിക്കുന്ന 7ലും 7ന്റെ ക്യൂബ് അവസാനിക്കുന്നത് 3ലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ക്യൂബ് റൂട്ട് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യൂബ് റൂട്ട് നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുന്നേക്കാളും എളുപ്പമാണ്. വളരെ ഈസിയാണ്. പക്ഷേ അഗൈൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയാൻ പോകുന്ന മെത്തേഡ് പെർഫെക്റ്റ് ക്യൂബ് ആയിട്ടുള്ള നമ്പേഴ്സിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ എക്സാം നമുക്ക് ചോദിക്കുന്ന ക്യൂബിന്റെ നമ്പേഴ്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് ക്യൂബ് നമ്പേഴ്സ് മാത്രമേ ചോദിക്കാറുള്ളൂ. വളരെ റയർ ആയിട്ട് ചിലപ്പോൾ SSC റെയിൽവേ എക്സാംസിൽ ചിലപ്പോൾ സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പറും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ബാങ്കിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് യൂഷ്വലി പെർഫെക്റ്റ് സ്ക്വയർസ് തരാറുള്ളൂ. പക്ഷേ SSC എക്സാം നമ്മുടെ SSC ആയാലും റെയിൽവേ ആയാലും ബാങ്ക് ആയാലും ക്യൂബ് വരുന്ന കേസിൽ നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ക്യൂബ് മാത്രമേ തരാറുള്ളൂ. അല്ലാതെ പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്ത നമ്പേഴ്സ് നമുക്ക് തരാറില്ല. ഒരു ക്യൂബ് റൂട്ട് വരുന്നുണ്ടെങ്കിൽ അത് തന്നിരിക്കുന്ന നമ്പർ എന്തായിരിക്കും, പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച ഒരു വളരെ ഇമ്പോർട്ടന്റ് നമ്പറിൽ നമുക്ക് ക്യൂബ് റൂട്ട് നോക്കി തുടങ്ങാം. അപ്പൊ നമുക്ക് 4096 നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും 4096 നമ്മൾ നേരത്തെ ക്യൂബ് കണ്ടുപിടിച്ചായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് നമ്പറാണ്. ഇനി എന്തൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. കമ്പയർ ടു സ്ക്വയർ വളരെ സിമ്പിൾ സ്റ്റെപ്പ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്ത സമയത്ത് ബാക്കിൽ നിന്ന് 2 നമ്പർ വിട്ടിട്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്തായിരുന്നു, സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് 3 നമ്പർ വിട്ടിട്ട് ആ നമ്പറിനെ എന്ത് ചെയ്യുക, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വരും. ഇനി നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ അവസാനത്തെ ആ 6 നോക്കുക. ഏതിന്റെ ക്യൂബാണ് 6ൽ അവസാനിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കറിയാം 6ന്റെ ക്യൂബാണ് 6ൽ അവസാനിക്കുന്നത്.
സിക്സിന്റെ ക്യൂബാണ് 60 അവസാനിക്കുന്നത്, നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സൈഡ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ സ്ക്വയറിലൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി ആ സൈഡിലേക്ക് വരികയേ വേണ്ട. ഇനി അടുത്ത ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. നമുക്ക് നേരത്തെ സ്ക്വയറിലാണെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതിലും ചെറിയും വലുതായിട്ടുള്ള സ്റ്റെപ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 സ്റ്റെപ്പേ ഉള്ളൂ. ഈ 6ൽ അവസാനിക്കുന്ന ക്യൂബ് ഏതാ? ഏതിന്റെ ക്യൂബാണ് 6 അവസാനിക്കുന്നത്? 6ന്റെ ക്യൂബാണ് 6 അവസാനിക്കുന്നത്. 6 എഴുതുക. ആ സൈഡ് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലേക്ക് വരിക. അടുത്ത സൈഡിലേക്ക് വന്നിട്ട് നമ്മുടെ ഈ 4ന്റെ അടിയിൽ വരുന്നതോ 4ന്റെ അടുത്ത് വരുന്നതായിട്ടുള്ള ക്യൂബ് ഏതാന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം 1ന്റെ ക്യൂബ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പറയുന്ന 4ന്റെ അടുത്തോ 4ന്റെ അടിയിലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ 1 നേരെ അങ്ങ് എടുത്ത് വെക്കുക. അതിന്റെ ആൻസർ 16 ആണ്. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. മനസ്സിലായില്ലേ? നമുക്ക് അവിടെ വലുതാണോ ചെറുതാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ചുമ്മാ 1728 ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ 12ന്റെ ക്യൂബ് 1728. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബാക്കിൽ നിന്ന് 3 നമ്പർ വിട്ടു. ആ നമ്പറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. നമ്മുടെ 8 ആണെങ്കിൽ അതിന്റെ 80 അവസാനിക്കുന്ന ക്യൂബ് ഏതിന്റെ ക്യൂബാണ് 80 അവസാനിക്കുന്നത്? 2യുടെ ക്യൂബ് അല്ലേ 80 അവസാനിക്കുന്നത്? ആ 2 എടുക്കുക. ഈ സൈഡ് കഴിഞ്ഞു. ഇനി 1ന്റെ അടിയിൽ വരുന്നതോ 1ന്റെ അടുത്ത് വരുന്നതോ ആയിട്ടുള്ള ക്യൂബ് എടുക്കുക. അപ്പൊ 1ന്റെ അടുത്ത് വരുന്ന ക്യൂബ് 1 മാത്രമല്ലേ ഉള്ളൂ. ആണെങ്കിൽ ആ 1 എടുക്കുക. കഴിഞ്ഞു. 12 ആൻസർ. വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പം. ഓക്കെ അല്ലേ? ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പേഴ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചെറിയ നമ്പേഴ്സ് വളരെ സിമ്പിൾ ആണ്. നമുക്ക് കുറച്ചുകൂടി വലിയ നമ്പേഴ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ 59319. അപ്പോ ഇതിന്റെ ക്യൂബ് റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ബാക്കിൽ നിന്ന് 3 നമ്പർ ഇടുക, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഏതിന്റെ ക്യൂബാണ് 9ൽ അവസാനിക്കുന്നത് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം 9ന്റെ ക്യൂബ് 9ൽ തന്നെ അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ 9 അങ്ങ് എടുക്കുക. ഈ സൈഡ് കഴിഞ്ഞു. അടുത്ത 59ന്റെ അടിയിലുള്ള ക്യൂബ് ആലോചിച്ച് നോക്കുക. 59ന്റെ അടി വരുന്ന ക്യൂബ് ഏതാണ്? 27 അല്ലേ? 27 ഏതിന്റെ ക്യൂബാണ്? നമ്മുടെ 3ന്റെ ക്യൂബ് അല്ലേ? അങ്ങനെയാ 3 ഇങ്ങ് എടുക്കുക. ആൻസർ 39. കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട്. അടുത്ത നമ്പർ ട്രൈ ചെയ്യാം. അടുത്തൊരു നമ്പർ എടുക്കാം. അടുത്തൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 91125 എടുക്കാം. അപ്പോൾ ഇതിന്റെ ക്യൂബ് റൂട്ട് ഒന്ന് കണ്ടുപിടിക്കാം. 91125. അപ്പൊ ആ 25 കാണുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഏതോ 5ൽ തീരുന്ന നമ്പറുടെ ക്യൂബാന്ന് മനസ്സിലായി. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിൽ നിന്ന് 3 നമ്പർ വിടുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നമ്പറിനെ 2ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഇനി 5ൽ തീരുന്ന ക്യൂബ് ഏതിന്റെ ക്യൂബാണ് 5ൽ അവസാനിക്കുന്നത്? 5ന്റെ ക്യൂബാണ് 5ൽ അവസാനിക്കുന്നത്. സോ അതങ്ങ് എടുക്കുക. ഈ സൈഡ് കഴിഞ്ഞു. ഇനി നോക്കുകയേ വേണ്ട. ഇനി ക്യൂബ് ലെസ് ദാൻ 91. ക്യൂബ് ലെസ് ദാൻ 91 ഏതാണ്? നമ്മുടെ 64 അല്ലേ? ക്യൂബ് ലെസ് ദാൻ 91. 64 ഏതിന്റെ ക്യൂബാണ്? നമ്മുടെ 4ന്റെ ക്യൂബ് അല്ലേ? വേണമെങ്കിൽ നമ്മൾ ആ 4 എടുത്താൽ മാത്രം മതി. 45. നമ്മുടെ 45യുടെ ക്യൂബാണ് 91125 എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത നമ്പർ ട്രൈ ചെയ്യാം. അടുത്ത നമ്പർ നമുക്ക് എന്തെടുക്കാം? 17561 എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തൊരു നമ്പർ കൂടി ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ബാക്കിൽ നിന്ന് 3 നമ്പർ വിടുക, അതിനൊന്ന് ഡിവൈഡ് ചെയ്യുക. ഏതിന്റെ ക്യൂബാണ് 6ൽ അവസാനിക്കുന്നത്? 6ന്റെ ക്യൂബ് അല്ലേ 6 അവസാനിക്കുന്നത്? ആ 6 എടുക്കുക. ഈ സൈഡ് കഴിഞ്ഞു. ഇനി 175യുടെ അടിയിലുള്ള ക്യൂബ് ഏതെന്ന് ആലോചിച്ച് നോക്കുക. 125 അല്ലേ 175യുടെ അടിയിലുള്ള ക്യൂബ്? അത് ഏതിന്റെ ക്യൂബാണ്? 5ന്റെ ക്യൂബ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ 5 അങ്ങ് എടുത്താൽ മതി. 56. നമ്മൾ നേരത്തെ ഈ നമ്പർ ചെയ്തതാണ്. 56ന്റെ ക്യൂബാണ് 175616 എന്ന് പറയുന്നത്. അടുത്തൊരു നമ്പർ എടുക്കാം നമുക്ക്. അടുത്തൊരു നമ്പർ 300763. ഇതിന്റെ ക്യൂബ് റൂട്ട് ഒന്ന് കണ്ടുപിടിക്കാം. 300763. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിൽ നിന്ന് 3 നമ്പർ വിട്ടു, നമ്മൾ തന്നെ സ്പ്ലിറ്റ് ചെയ്തു. ഏതിന്റെ ക്യൂബാണ് 3ൽ അവസാനിക്കുന്നത്? ശ്രദ്ധിച്ചെടുക്കണം, അത് 3 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7ന്റെ ക്യൂബാണ് 3ൽ അവസാനിക്കുന്നത്. 343. അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു 2ഓ 3ഓ 7ഓ 8 വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്പറൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതേ നമ്പറേ വരത്തുള്ളൂ. ഇനി ക്യൂബ് ലെസ് ദാൻ 300. ക്യൂബ് ലെസ് ദാൻ 300 ഏതാണ്? 216 ആണ്. ഏതിന്റെ ക്യൂബാണ്? 216. 6ന്റെ ക്യൂബാണ്. ഇനി ആ 6 അങ്ങ് എടുക്കുക. ആൻസർ എന്ത് വരും? സിമ്പിൾ ആയിട്ട് 67 എന്ന് നമുക്ക് ആൻസർ വരും. ഈസി അല്ലേ? ഈസി ആയിട്ട് തന്നെ ആൻസർ കിട്ടും. അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോവാണെങ്കിൽ നമുക്കൊരു 1-2 നമ്പറോട് ചെയ്ത് നോക്കാം. നമുക്ക് 474552. അപ്പോൾ നമ്മൾ നമ്പർ പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചെറിയ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വലിയ വലിയ നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ നമ്പേഴ്സ് നമുക്ക് വരാൻ സാധ്യതയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ബാക്കിൽ നിന്ന് 3 നമ്പർ വിട്ടു, നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഏതിന്റെ ക്യൂബാണ് 2ൽ അവസാനിക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞ 2 ആണെങ്കിൽ ശ്രദ്ധിക്കണം. 8ന്റെ ക്യൂബാണ് 2ൽ അവസാനിക്കുന്നത്. ഈ സൈഡ് കഴിഞ്ഞു. ഇനി ക്യൂബ് ലെസ് ദാൻ 474. ക്യൂബ് ലെസ് ദാൻ 474 ഏതാണ്? നമ്മുടെ 343 അല്ലേ? ഏതിന്റെ ക്യൂബ്? 7ന്റെ ക്യൂബ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 7 അങ്ങ് എടുത്താൽ മാത്രം മതി. 78. അതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ഒരു നമ്പർ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി ഒരു വലിയ നമ്പർ 778688. 778688. 778688. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇതിന്റെ ക്യൂബ് റൂട്ട്
ഇപ്പോൾ ബാക്കിൽ നിന്ന് 3 നമ്പർ വിട്ടു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഏതിന്റെ ക്യൂബാണ് 8ൽ അവസാനിക്കുന്നത്? നമുക്കറിയാം 2യുടെ ക്യൂബാണ് 8ൽ അവസാനിക്കുന്നത്. ആ 2 എടുത്തു. ഈ സൈഡ് കഴിഞ്ഞു. ഇനി ഈ സൈഡിലേക്ക് വന്ന ക്യൂബ് ലെസ് ദാൻ 778. വളരെ ഇമ്പോർട്ടന്റ് നമ്പർ 729. ഏതിന്റെ ക്യൂബാണ്? 9ന്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 9 ഇങ്ങ് എടുത്താൽ മാത്രം മതി. 92. അതാണ് നമ്മുടെ ആൻസർ. നോക്കിയേ, വലിയ നമ്പറാ. അപ്പോൾ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. നോക്കിയേ, ക്യൂബ് റൂട്ട് വളരെ ഈസിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ക്യൂബ് റൂട്ട് ആണ് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് സെഷനിൽ സ്ക്വയർ റൂട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനോട് നമ്മുടെ ഈ ഒരു വേദിക് മാത്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്. ഇനി വരുന്ന സെഷൻസ് ഫുള്ള് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും അഡീഷന്റെ സബ്ട്രാക്ഷന്റെ ഒക്കെ ട്രിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇനി വരായിരിക്കുന്ന സെഷൻസിലൊക്കെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ ദിവസം വരായിരിക്കുന്ന സെഷൻസിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള സെഷൻസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, മിസ്സാക്കരുത്. നിങ്ങളുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് ഒക്കെ നല്ലപോലെ പഠിച്ചിട്ട് വേണം. ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആണെങ്കിലും അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് ഒന്നും വലുതായിട്ട് ഉപയോഗിക്കാത്തവരാണെങ്കിൽ, അഡീഷൻ ട്രിക്സ് ഒന്നും വലുതായിട്ട് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും വേണ്ടി ഒരു കാര്യമാണ് വരായിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി. അത് ഏത് എക്സാം ആയാലും, എന്താ പറയുക, നമ്മുടെ ഒരു SSC, റെയിൽവേ, ബാങ്ക് മാത്രമല്ല, ഏതൊരു എക്സാം, ഈവൻ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് PSC എക്സാംസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കണം. ഓക്കെ, അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വരുന്ന സെഷനിലും കൂടുതൽ ഇതേപോലത്തെ ട്രിക്സ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ, നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള പോലെ തന്നെ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ബാച്ചസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. SSC, ബാങ്ക്, റെയിൽവേക്ക് വേണ്ടി. അപ്പോൾ എന്താ ഈ സ്പെഷ്യൽ ബാച്ച് എന്ന് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ബാച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സ്പെഷ്യൽ എന്താ എന്ന് ചോദിച്ചാൽ, ഈ ഒരു വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന ബാച്ചസ്, സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചസ് കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ വരുന്ന ഒരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വഴി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നൊരു ആംഗിളാണ് ഇതിന് വരുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാച്ചിലേക്ക്, ഒരു ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി ആ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇയർ വാലിഡിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 1 ഇയർ വാലിഡിറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫ്യൂ മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും നമ്മുടെ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത് റിവൈസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഒരു 1 ഇയർ വാലിഡിറ്റി ഒക്കെ ആയിരിക്കും യൂഷ്വലി കിട്ടുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ലോങ് ടേം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ 1 ഇയറിന്റെ അകത്ത് വരുന്ന എക്സാംസ് ഒക്കെ എഴുതി, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം അടുത്ത വർഷം അതിനേക്കാളും ബെറ്റർ എക്സാംസ് എഴുതണം. ഇപ്പോൾ ചിലവർ ബാങ്ക് ഒക്കെ ആദ്യമേ എഴുതിയിട്ട് പിന്നെ SSC എക്സാംസ് നോക്കുന്നവരുണ്ട്. ചിലവർ നമുക്ക് ഈ പറയുന്ന CGL എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു പോസ്റ്റ് കിട്ടിയതിന് ശേഷം പിന്നെ ബെറ്റർ പോസ്റ്റിന് വേണ്ടി അടുത്ത വർഷം വീണ്ടും എഴുതുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്താ സ്പെഷ്യൽ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് 85% ക്ലാസിന്റെ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, ലൈവ് ക്ലാസ്സസിൽ 85% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ ലൈക്ക് മോക്ക് ടെസ്റ്റുകളോ അതേപോലത്തെ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി തരുന്ന ടാസ്കുകൾ 85% കംപ്ലീഷനും ഉണ്ടെങ്കിൽ, ഓക്കെ, 85% അറ്റൻഡൻസും 85% ടാസ്ക് കംപ്ലീഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ച് അങ്ങനെയുള്ളവർക്ക്, എന്നുള്ള സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ഒരു സ്പെഷ്യൽ എന്നൊരു ആംഗിൾ വരുന്നത്. എന്നുള്ള അവർ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വർഷം കൂടി ഇതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു 1 ഇയർ വാലിഡിറ്റി അല്ല, നിങ്ങൾക്ക് അവിടെ ഒരു 2 ഇയർ വാലിഡിറ്റി കിട്ടുന്ന പോലെ ആയിരിക്കും അത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത എക്സാംസ് ഒക്കെ എഴുതിയാലും അതിന് ശേഷം ഒരു എക്സാം കിട്ടിയതിന് ശേഷം അടുത്ത വർഷം കുറച്ചുകൂടി ബെറ്റർ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ബാച്ച് നിങ്ങൾക്ക് ഒരു പുതിയ കോഴ്സ് പർച്ചേസ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതേ ബാച്ചിൽ തന്നെ നിന്നുകൊണ്ട് അടുത്ത വർഷം വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടന്റും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ബാങ്കും SSC, റെയിൽവേ എക്സാംസിനൊക്കെ തന്നെ ഈ ഒരു ബാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചസ് ആണ് വേണ്ടി ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓൺലൈൻ ക്ലാസ്സിൽ സാധാരണ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ്, അതുപോലെ ലൈവ് ക്ലാസ്സസ്, പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, അതുപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എയുടെ സപ്പോർട്ട് കാണും നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യാനോ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും, നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും, നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്കൊരു ആക്സസ് കാണും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക്
കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്ന എക്സാംസ് ഇപ്പൊ നിങ്ങൾ പലരും ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റിൽ ഗവൺമെന്റ് ജോബിൽ ഇരിക്കുമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പം ഏതെങ്കിലും വേറെ എക്സാംസ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജോബിന്റെ ഇടയ്ക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെയൊക്കെ അപ്ഡേറ്റ്സും അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് PDF ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ എക്സാംസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൂടാതെ തന്നെ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതുപോലെ തന്നെ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് PDFs ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടും. അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബാച്ചിൽ ഈ ഒരു വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ബാച്ചിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഈ ഒരു നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും ഈ പറയുന്ന പോലെ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ബാച്ചസിൽ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത് ഈവനിങ് ടൈമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സസോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കോ നിങ്ങൾ എഫക്റ്റ് ആവാതെ നമ്മുടെ ഡേ ടൈമിലുള്ള വർക്കൊന്നും എഫക്റ്റ് ആവാതെ നിങ്ങൾക്ക് ഈവനിങ് 7 o'clockന് ശേഷം മാത്രമേ ഈ ലൈവ് ക്ലാസ് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള നിങ്ങളുടെ വർക്കോ സ്റ്റഡീസോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജോ ഒക്കെ എഫക്റ്റ് ആവാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ സെഷൻസും ഇതേപോലത്തെ അപ്ഡേറ്റ്സും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാൻ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും ഇവിടെയാണ് വരുന്നത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഇത് മാത്രമല്ല, ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് പോകാറുണ്ട്. ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാ അപ്ഡേറ്റ് ഇവിടെ വളരെ പെട്ടെന്ന് വരാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സ്, സ്റ്റഡി പ്ലാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഈ ഒരു അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വരുന്ന സെഷനിൽ ഇനി കൂടുതൽ ട്രിക്സും മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, നിങ്ങളത് അറിയിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന സെഷനിൽ നമുക്ക് കൂടുതൽ ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.